ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജനുവരി മാസം 19 മുതൽ 25 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. മേടരാശി, അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർ പൊതുവെ ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും മനസമാധാനവും സന്തോഷവും ലഭിക്കാൻ സാധ്യതയുണ്ട്. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. സന്താനങ്ങളാൽ പ്രയാസങ്ങളോ വിഷമങ്ങളോ വരും. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ശാരീരിക അസ്വസ്ഥതകളോ വിഷമങ്ങളോ ഉണ്ടാവും. വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ വാഹന അപകടങ്ങളോ വീഴ്ചകളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നാൽക്കാലികളിൽ നിന്നുള്ള ദോഷങ്ങളും അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. മനസമാധാനം ലഭിക്കും. കർമ്മസംബന്ധമായിട്ടും നേട്ടങ്ങളുണ്ടാവും. ഇടവരാശി, കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം സഹോദര സ്ഥാനീയരിൽ നിന്നും അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടോ വിഷമങ്ങളോ പ്രയാസങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മുൻകോപ പിടിവാശി കഴിയുന്നത് കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗൃഹസംബന്ധമായിട്ടുള്ള ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്നാലും വീട് വയ്ക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായിട്ട് കുറച്ച് നേട്ടം പ്രതീക്ഷിക്കാം. മിഥുനരാശി, മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഉണ്ടാകും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സംസാരം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സംസാരത്തിലൂടെ മറ്റുള്ളവർക്ക് ശത്രുത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗൃഹവാഹനമായി സൗഖ്യം പ്രതീക്ഷിക്കാം. എല്ലാ വിധത്തിലും ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും. സഹോദര സ്ഥാനികളിൽ നിന്ന് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സന്താന ഗുണം ഈ വാരത്തിൽ അനുഭവപ്പെടും. കർക്കിടകരാശി, പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടകരാശി. കർക്കിടകരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ കലഹവും മാനഹാനിയും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷവും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപ പിടിവാശി കഴിയുന്നത് കുറയ്ക്കണം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ഗൃഹവാഹനാദി സൗഖ്യവും ഈ വാരത്തിലുണ്ടാവും. പൊതുവെ ഈ വാരം ദാമ്പത്യപരമായിട്ടൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിരിക്കും. വാഹനത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ചിങ്ങരാശി, മകം പൂരം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ സുഖം ഈ വാരത്തിൽ അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. പൊതുവെ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. വീട് വയ്ക്കുന്നതിന് വാഹനം വാങ്ങിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. തൊഴിൽപരമായിട്ട് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. ജോലി നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽപരമായിട്ട് പ്രതിസന്ധികളും മറ്റുള്ളവരുടെ അപ്രീതി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണുവിന് പാൽപ്പായസം കഴിക്കുക. തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നന്നായിരിക്കും. കന്നിരാശി, ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് പൊതുവെ പിടിവാശി മുൻകോപം ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പുതിയ വസ്ത്രമോ ആഭരണങ്ങളൊക്കെ ലഭിക്കും. ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. പൊതുവെ ഈ വാരം നന്നായിരിക്കും.
തുലാം രാശി ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി. തുലാം രാശിക്കാർക്ക് പൊതുവെ ഈ വാരം ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മനസ്സമാധാനം കുറയും. സന്താനങ്ങളാൽ മനസ്സിന് വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഉദരരോഗത്തിന് സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകളോ തൊഴിൽ തടസ്സങ്ങളോ തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് തടസ്സമുണ്ടാവും. ഏതായാലും ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പൊതുവെ വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടം ഉണ്ടാവും. മാതൃപിതൃ ഗുണം ഈ വാരത്തിലുണ്ടാവും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും വിജയ സാധ്യത ഉണ്ടാവും. ഏതെങ്കിലും അനുകൂലമായിട്ടുള്ള പ്രൊമോഷനോ സ്ഥലം മാറ്റമൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പൊതുവെ വാരം നല്ലതാണ്. ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. എന്തെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ ശാരീരിക ക്ലേശങ്ങളോ അനുഭവപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സമാധാനക്കുറവ് അനുഭവപ്പെടും. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ ഈ വാരത്തിൻ്റെ അവസാനത്തോടുകൂടി അത് മാറിക്കിട്ടും സഹായിക്കും. പൊതുവെ ഈ വാരം നല്ലതാണ്. മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖക്കുറവും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും ശത്രുദോഷങ്ങളും അലച്ചിലും അനുഭവപ്പെടും. ദാമ്പത്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കണം. തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. സാമ്പത്തിക നേട്ടം പല വിധത്തിൽ അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് വളരെ നന്നായിരിക്കും. ഏഴരശനി കാലമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ദാമ്പത്യപരമായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. ധനപരമായിട്ട് വളരെ അനുകൂല സമയമാണ്. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതൃപിതൃ ഗുണം ഈ വാരത്തിലുണ്ടാവും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. മീനൻ രാശി പൂരിട്ടായുടെ അവസാനത്തെ 15 നാഴി ഉത്രട്ടാതി രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ഈ വാരം സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവും വിഷമങ്ങളൊക്കെ അനുഭവപ്പെടും. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടത പ്രതീക്ഷിക്കാം. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ദോഷപരിഹാരമായിട്ട് സർപ്പപ്രതി വരുത്തുന്നത് വളരെ നന്നായിരിക്കും. മണ്ണാറശാല പാമ്പുമേക്കടക്കം പോകുന്നതും പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ അടുത്തുള്ള ദേവീക്ഷേത്രത്തിലോ ഭഗവതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിഷാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9. മൊബൈൽ നമ്പർ 9447471711.